ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു IPO വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോ ഫാഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ IPOനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നവംബർ 17 മുതൽ നവംബർ 22 വരെയാണ് ഈ IPO ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ റീറ്റെയിലിംഗ് എന്നൊരു സെഗ്മെൻറ്റിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. 2010 ഈ കമ്പനി നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വുമൺസ് ബോട്ടം വെയർ ബ്രാൻഡ് എന്ന പേര് നേടാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ളൊരു ബ്രാൻഡാണ് ഗോ കളേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഈ ഗോ ഫാഷൻസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒരു ബ്രാൻഡാണ് ഗോ കളേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വുമൺസ് ബോട്ടം വെയർ എന്നത്, അതായത് പാൻസ്, ലെഗിങ്സ് ആയാലും പലാസോ പാൻസ് ആയാലും അത്തരം ബോട്ടം വെയറുകളിലാണ് കമ്പനി പ്രധാനമായിട്ട് ബിസിനസ് നടത്തുന്നത്. ഗോ കളേഴ്സ് എന്നൊരു ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് ഈ കമ്പനി ഈ ബോട്ടം വെയറുകളുടെ മാർക്കറ്റിങ്ങും റീറ്റെയിലിങ്ങും സോഴ്സിങ്ങും ഡിസൈനിങ്ങും ഒക്കെ നടത്തുന്നത്. 2021 മെയ് 31 വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 50 സ്റ്റൈലിലുള്ള 120ഓളം കളേഴ്സിൽ വരുന്ന ബോട്ടം വെയർസ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കമ്പനി ബിസിനസ് ചെയ്യുന്നുണ്ട്. നിലവിൽ കമ്പനിക്ക് 23 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറീസിലൊക്കെ ആയിട്ട് ഏകദേശം 450ഓളം എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് കമ്പനിക്കുണ്ട്. റിലയൻസ് റീറ്റെയിൽ പോലുള്ള വമ്പന്മാരൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലായിട്ടുള്ളത്. അപ്പോൾ കമ്പനീൻ്റെ ഒരു കാലിബർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ബ്രാൻഡാണ്, നല്ലൊരു ബിസിനസ് മോഡലായിട്ട് തന്നെയാണ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഓഫ്ലൈൻ മാത്രമായിട്ടല്ല, ഓൺലൈനിലൂടെയും ഇവരുടെ വെബ്സൈറ്റിലൂടെയും മറ്റ് ഓൺലൈൻ സ്റ്റോറുകളിലൂടെയും കമ്പനീൻ്റെ പ്രൊഡക്ട്സ് വിറ്റഴിക്കുന്നുണ്ട്. കമ്പനീൻ്റെ പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ വുമൺസിൻ്റെ ബോട്ടം വെയറിൽ വരുന്ന ഏറ്റവും വലിയ ബ്രാൻഡാണ് ഇവർ. സ്ത്രീകൾക്കായിട്ടുള്ള ബ്രാൻഡുകൾ ഒരുപാട് ഉണ്ടെങ്കിലും ബോട്ടം വെയറിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബ്രാൻഡുകൾ വളരെ ചുരുക്കമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് ഗോ കളേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ്. രണ്ടാമത്തെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. വളരെ വ്യത്യസ്തമായ, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ബോട്ടം വെയർസ് ഈ ബ്രാൻഡിൻ്റെ അണ്ടറിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ ഒരു പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് പറയാനുള്ളത് മൾട്ടി ചാനൽ റീറ്റെയിൽ പ്രസൻസ് ആണ്. ഇവരുടെ റീറ്റെയിൽ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ്. അടുത്തൊരു സ്ട്രെങ്ത് ആയിട്ട് എടുത്ത് പറയാനുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എക്കണോമിക്സ് ആണ്. നല്ലൊരു ഓപ്പറേഷൻ മോഡലാണ് ഇവർ കാഴ്ചവെക്കുന്നത്. അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഓട്ടോമേറ്റഡ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അടുത്തൊരു സ്ട്രെങ്ത് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇവരുടെ ഡിസൈനിങ്ങും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റൊക്കെ ഇൻഹൗസ് ആയിട്ട് നടത്തുന്നതാണ്. മറ്റ് തേർഡ് പാർട്ടികളുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ ഇൻഹൗസ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അടുത്തൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെക്കുന്നത്. ഒബ്ജക്ട്സ് ഓഫ് ദി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം 120 പുതിയ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് EBOs എന്ന് പറയും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IPO ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കണ്ടെത്താനാണ്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ജനറൽ കോർപ്പറേറ്റ് പർപ്പസസ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് IPOൻ്റെ ടൈം ടേബിളാണ്. IPO ഓപ്പൺ ചെയ്യുന്നത് നവംബർ 17 IPO ക്ലോസ് ചെയ്യുന്നത് നവംബർ 22. ബേസിസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് നടക്കുന്നത് നവംബർ 25. ഇനീസിയേഷൻ ഓഫ് റീഫണ്ട്സ് വരുന്നത് നവംബർ 26. ക്രെഡിറ്റ് ഓഫ് ഷെയർസ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട് നടക്കുന്നത് നവംബർ 29. IPO ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് നവംബർ 30. 1013.61 കോടി രൂപയുടെ ഇഷ്യൂ സൈസിലാണ് കമ്പനി മാർക്കറ്റിലേക്ക് വരുന്നത്. അതിൽ 125 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവും 888.61 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലുമാണ് നടക്കാൻ പോകുന്നത്. 10 രൂപ പെർ ഇക്വിറ്റി ഷെയറാണ് ഫേസ് വാല്യൂ. 655 രൂപ മുതൽ 690 രൂപ വരെയാണ് പ്രൈസ് ബ്രാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 21 ഷെയറുകൾ അടങ്ങുന്നതാണ് ഒരു ലോട്ട്. അപ്പോൾ മിനിമം ആപ്ലിക്കേഷനായ ഒരു ലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 14,490 രൂപയാണ്. മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷൻ വരുന്നത് 13 ലോട്ടുകളാണ്. 13 ലോട്ടിൽ 273 എണ്ണം ഷെയറുകൾ ഉണ്ടാവും. അപ്പോൾ മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷനായ 13 ലോട്ടും വാങ്ങിക്കാൻ വേണ്ട മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 1,88,370 രൂപയാണ്. നമ്മളിപ്പോൾ കമ്പനീൻ്റെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ സമ്മറിയാണ് നമ്മളിവിടെ കാണുന്നത്. 2019, 2020, 2021 ഫിനാൻഷ്യൽ ഇയർ കാലഘട്ടങ്ങളുടെ സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ അസറ്റ്, റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ റോ ആയ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് നോക്കാം. 2019 ഫിനാൻഷ്യൽ ഇയറിൽ 30.94 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും 2020 വരുമ്പോഴത് 52.63 കൂടിയിട്ടാണുള്ളത്. 2021 വരുമ്പോൾ അവിടെ ഒരു നേരിയ നഷ്ടം, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതൊരു വളരെ നേരിയ നഷ്ടമാണ്. 3.53 കോടി രൂപയുടെ നേരിയൊരു നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ബോട്ടം വെയർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരെ സ്ട്രോങ് ആയൊരു പെർഫോമൻസ് തന്നെയാണ്. നഷ്ടം തന്നെയാണ് എങ്കിലും ഈ ഒരു ഫിനാൻഷ്യൽ ട്രാക്ക് വളരെ സ്ട്രോങ് ആയുള്ള ഫിനാൻഷ്യൽ ട്രാക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം വളരെ മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ നേരിയൊരു നഷ്ടമാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. കമ്പനീൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ട്സൊക്കെ അനുസരിച്ച് വരും വർഷങ്ങളിൽ വളരെ സ്ട്രോങ് ആയൊരു പെർഫോമൻസാണ് കമ്പനി കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. IPOയുടെ റിസർവേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ QIB ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടിയിട്ട് 75%, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 10%, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 15% മാറ്റിവെച്ചിട്ടുള്ളത്. പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകാശ് കുമാർ സറോഗി, ഗൗതം സറോഗി, രാഹുൽ സറോഗി, PKS ഫാമിലി ട്രസ്റ്റ്, VKS ഫാമിലി ട്രസ്റ്റ് ഇവരാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളത്. DAM ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവർ 3 പേരുമാണ് ലീഡ് മാനേജേഴ്സ് ആയിട്ടുള്ളത്. K ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡാണ് IPO രജിസ്ട്രാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗോ ഫാഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ IPOനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. വളരെ വ്യത്യസ്തമായൊരു ബിസിനസ് മോഡലിൽ ഗോ കളേഴ്സ് എന്ന ബ്രാൻഡിൽ വുമൺസിൻ്റെ ബോട്ടം ബിസിനസ്സിലാണ് കമ്പനി മെയിനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ബോയ്സിൻ്റെ ഇടയ്ക്ക് ഇത് അത്ര പ്രചാരത്തിലില്ലെങ്കിലും ഗേൾസിന് വളരെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനിയാണിത്. ലെഗിങ്സ് പാൻസ്, പലാസോ പാൻസ് തുടങ്ങിയ വുമൺസ് ബോട്ടംസിൻ്റെ വളരെ വൈവിധ്യമായിരുന്നൊരു ശേഖരമാണ് ഇവരുടെ അണ്ടറിലുള്ളത്. ഗോ കളേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് ആ ഒരു ബിസിനസ് നടക്കുന്നത്. വ്യത്യസ്തമായ ഒരു ബിസിനസ് മോഡൽ എന്ന് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യൽ പെർഫോമൻസും കൂടിയാണ് കമ്പനി കാഴ്ചവെക്കുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ IPOനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് സംസാരിച്ചത്. നിങ്ങൾ ഈ IPOയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റഡി നടത്തും, നല്ല ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇന്ന് ഗോ ഫാഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനീൻ്റെ IPOനെ കുറിച്ച് ചെയ്ത ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓഹരി വിപണിയിലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്